Good morning, dear children. How are you all? Okay, welcome back to our online class. Today we are going to study chapter 18. संघर्ष के कारण में तुनको मिजाज हो गया धनराज. Did you hear Dhanraj? Who is Dhanraj? Dhanraj Pillai is a famous hockey player in India. हॉकी के सुप्रसिद्ध खिलाड़ी धनराज पिल्ले जब 35 वर्ष के हो गई, उनका एक साक्षात्कार विनीत पांडे ने लिया था. इस साक्षात्कार का संपादित अंश हम दिया जा रहा है. ഇതൊരു ഇൻ്റർവ്യൂ ആണ്. ഈ ചാപ്റ്റർ ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ വിനീത പാണ്ഡെ എന്ന വ്യക്തി ധനരാജ് പിള്ളയായിട്ട് നടത്തിയൊരു ഇൻ്റർവ്യൂ ആണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ പറയുകയാണ് സംഘർഷക്കെ കാരൺ മേ തുനുക്കു മിസാസ് ഹോ ഗയ എന്ന് പറഞ്ഞാൽ തുനുക്കു മിസാസ് മീൻസ് ചോട്ടി ചോട്ടി ബാത്തോ പർ ബി ഗുസ്സ ആ ജാന, നിസ്സാര കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവുക. ധനരാജ് പിള്ള എന്ന് പറഞ്ഞാൽ മുംബൈയിലെ പൂനായിൽ ചേരിയിൽ വളർന്ന ഒരു വ്യക്തിയായിരുന്നു. അവിടെ നിന്നാണ് ഇന്ത്യയിലെ പ്രശസ്തനായ ഹോക്കി പ്ലെയറായി മാറിയത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു എത്തുനോട്ടമാണ് ഈ ചാപ്റ്റർ. ഓക്കെ, ലെറ്റ് us start. विनीता किट की पुणे की तंग गलियों से लेकर मुंबई के हीरा नंदिनी पवाई कॉम्प्लेक्स तक आपका सफ़र बहुत लंबा और कष्टसाध्य रहा है. उस सफ़र के बारे में कुछ बताइए. അവർ ചോദിക്കുകയാണ്, പൂനെയിൽ നിന്നും ഈ മുംബൈയിലെ ഹീരാനന്ദിനി കോംപ്ലക്സ് വരെ എത്തി നിൽക്കുന്ന താങ്കളുടെ ജീവിതയാത്ര അത് അത്യധികം കഠിനമേറിയതും ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞതും അത് നീണ്ട ഒരു യാത്ര തന്നെയാണ്. താങ്കൾ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ. ധൻരാജ് ബച്പൻ മുഷ്കിലോം സെ ഭരാ ഹെ. ബച്പൻ മുഷ്കിലോം സെ ഭരാ രഹാ. ബാല്യകാലം, ബച്പൻ ബാല്യകാലം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു ബാല്യകാലം. ഹം ബഹുത് ഗരീബ് ദേ, ഞങ്ങൾ വളരെ പാവപ്പെട്ടവരും. മേരെ ദോനോ ബഡേ ഭായി ഹോക്കി ഖേൽത്തേ ദേ. My elder brothers, they played hockey. उन्हीं के चलते मुझ भी उसका शौक हुआ. അങ്ങനെയാണ് എനിക്കും അതിനോട് ഇൻട്രസ്റ്റ് വന്നത്. അവർ കളിക്കുന്ന കണ്ട് എനിക്കും ഹോക്കി കളിക്കാൻ ഒരുപാട് താല്പര്യമുണ്ടായി. पर ഹോക്കി സ്റ്റിക്ക് ഖരീദനെ തക്ക് की हैसियत नहीं थी मेरी. പക്ഷേ ഒരു ഹോക്കി സ്റ്റിക്ക് വാങ്ങാനുള്ളൊരു കഴിവൊന്നും ഇല്ലായിരുന്നു. അതിനുള്ളൊരു ഒന്നും പൈസയൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. ഒരു ഹോക്കി സ്റ്റിക്ക് മേടിക്കാനായിട്ട് എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റില്ലായിരുന്നു. इसलिए अपने साथियों की स्टिक उधार मांगकर काम चलाता था. സോ ദാറ്റ് അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൽ നിന്നും കടം മേടിച്ചിട്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. വഹ മുझे തബി മിൽത്തി ജബ് വേ ഖേൽ ചുകെ ഹോത്തേ ദേ. അതെനിക്ക് കിട്ടുന്നതോ അവരവരുടെ കളിയെല്ലാം കഴിഞ്ഞ് തീരുമ്പോൾ മാത്രമേ എനിക്കത് ലഭിക്കുമായിരുന്നുള്ളൂ. അതുവരേക്കും ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അത്രയും കാത്തു നിന്നിട്ടൊക്കെ ആയിരിക്കും എനിക്കൊന്ന് കളിക്കാനൊക്കെ ലഭിക്കുക. इसके लिए बहुत धीरज के साथ अपनी भारी का इंतजार करना पड़ता था. ഞാൻ എൻ്റെ അവസരത്തിന് വേണ്ടി എനിക്ക് വളരെയധികം ക്ഷമയോടുകൂടി നോക്കിയിരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. मुझे अपनी पहली स्टिक तब मिली जब मेरे बड़े भाई को भारतीय कैंप के लिए चुन लिया गया. എനിക്ക് എൻ്റെ ആദ്യത്തെ സ്റ്റിക്ക് ലഭിച്ചത് എപ്പോഴെന്ന് വെച്ചാൽ എൻ്റെ മൂത്ത സഹോദരന് ഇന്ത്യൻ ക്യാമ്പിലോട്ട് ക്ഷണം ലഭിച്ചപ്പോഴാണ്. उसने मुझे अपनी पुरानी स्टिक दे दी. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ ഹോക്കി സ്റ്റിക്ക് എനിക്ക് തന്നിട്ട് പോയി. വഹി നഹി തോ നഹി ധി ലേക്കിൻ മേരെ ലിയേ ബഹുത് കീമത്തി. അത് പുതിയതൊന്നുമായിരുന്നില്ല, പക്ഷേ എനിക്കത് വളരെ വിലപ്പെട്ടതായിരുന്നു. ക്യോങ്കി വഹ മേരി അപ്പനി ധി. എന്തെന്ന് വെച്ചാൽ അത് എൻ്റേതാണ്, അതെനിക്ക് സ്വയമായിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് എനിക്കത് വളരെയധികം മൂല്യമേറിയതായിരുന്നു. പഴയതാണ്, ബ്രദർ ഉപയോഗിച്ചതൊക്കെയാണ്, പക്ഷേ എങ്കിലും എനിക്കത് വളരെ വിലപ്പെട്ടതായിരുന്നു. मैंने अपने जूनियर राष्ट्रीय हॉकी सन 1985 में मणिपुर में खेली. ഞാൻ എൻ്റെ ജൂനിയർ നാഷണൽ ഹോക്കി, രാഷ്ട്രീയ ഹോക്കി മീൻസ് നാഷണൽ ദേശീയ മത്സരം, ജൂനിയറിലായിട്ടുള്ള ദേശീയ മത്സരം ഞാൻ 85 മണിപ്പൂരിലാണ് കളിച്ചത്. തബ് മേ സിർഫ് 16 साल का थे. അറ്റ് ദാറ്റ് ടൈം മൈ ഏജ് ഓൺലി 16. 16 വയസ്സുള്ളപ്പോൾ 1985 1985 ജൂനിയർ ഹോക്കി നാഷണൽ മത്സരം കളിച്ചു.
देखने में दुबല പതല और छोटे बच्चे. അപ്പോൾ എന്നെ കണ്ടാലോ ഞാൻ വളരെ ക്ഷീണിച്ച് മെലിഞ്ഞിട്ട് ഒരു ചെറിയ കുട്ടി. ജയ്സാ ചെഹര, ആ ക്ഷീണിച്ച മുഖമൊക്കെ വളരെയധികം ക്ഷീണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. अपनी दुबली कद काटी के बावजूद मेरा ऐसा दबदबा था कि कोई मुझसे बिटने की कोशिश नहीं करता था. അതായത് ഞാൻ ഇത്ര ചെറുതായതുകൊണ്ട് ആരും എന്നെ തടഞ്ഞു നിർത്താനൊന്നും വരില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി എങ്ങനെയെങ്കിലുമൊക്കെ ഹോക്കി ഈ സ്റ്റിക്കുമായിട്ട് ഓടി ഓടിപ്പോയി കളിക്കുമായിരുന്നു. മേ ബഹുത് ജുജാരുത മൈതാൻ മേ ഭി അവർ മൈതാൻ സെ ബാഹർ ഭി. ഞാൻ നല്ല ചുറിയൂർക്കോടുകൂടി മൈതാനത്ത് പുറത്തും കളിക്കുമായിരുന്നു. 1986 में मुझे सीनियर टीम में डाल दिया गया. 1986 ആയപ്പോൾ 1986 എന്നെ സീനിയർ ടീമിലോട്ട് തിരഞ്ഞെടുത്തു. അവർ മേ ബേരിയ ബിസ്തര ബാന്ധിക്കർ മുംബൈ ചലാകയ. ഞാൻ എൻ്റെ ലഗേജും എല്ലാമായിട്ട് നേരെ മുംബൈക്ക് പോയി. ഉസ് സാൽ मैंने और मेरे बड़े भाई രമേശ് ने മുംബൈ ലീഗ് में बेहतरीन खेल खेला. ആ വർഷം ഞാനും എൻ്റെ മൂത്ത സഹോദരൻ രമേശും മുംബൈ ലീഗിൽ വളരെ മഹത്തരമായ കളി കളിച്ചു, വളരെ നല്ല രീതിയിൽ കളിച്ചു. हमने खूब धूप मचाई. इसी के चलते मेरे अंदर एक उम्मीद जागी कि मुझे ഒളിമ്പിക് के लिए नेशनल कैंप से बुलावा ज़रूर आएगा. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ വന്നു. വളരെ നല്ല രീതിയിൽ ഞാൻ കളിച്ചു, സീനിയർ ടീമിലോട്ട് തിരഞ്ഞെടുത്തു, മുംബൈ ലീഗിൽ കളിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം 1988 നടക്കുന്ന ഒളിമ്പിക്സിലോട്ട് എനിക്ക് ക്ഷണം ലഭിക്കുമായിരിക്കും. ഒളിമ്പിക്സ് ക്യാമ്പിലോട്ട് തന്നെ ഒളിമ്പിക്സിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ടീമിനെ തിരഞ്ഞെടുക്കുന്ന ക്യാമ്പിലോട്ട് എനിക്ക് ക്ഷണം ഉണ്ടാകുമായിരിക്കുമെന്നൊക്കെ എൻ്റെ മനസ്സിലൊരു നാഷണൽ ക്യാമ്പിലോട്ട് വിളിക്കുമെന്നൊരു പ്രതീക്ഷ. പർ നഹിയായ, പക്ഷേ വിളി വന്നില്ല. മേരാ നാം 57 ഖിലാഡിയോ കി ലിസ്റ്റ് മേ നഹി താ. ആ 57 കളിക്കാരുടെ ലിസ്റ്റിൽ എൻ്റെ പേര് ഉണ്ടായിരുന്നില്ല. ബഡി മായൂസി ഹുയി, ഒരുപാട് നിരാശനായി. മഗർ एक साल बाद ही आलविन एशिया कप के कैंप के लिए मुझे चुन लिया गया. But after 1 year I got selection in ആൽവിൻ ഏഷ്യ കപ്പ്. ആൽവിൻ ഏഷ്യ കപ്പിലോട്ട് എനിക്ക് സെലക്ഷനായി. തബ് സെ ലേക്കർ ആജ് തക് മേനെ പീച്ചാ മുട്കർ നഹി ദേഖാ. അന്നു മുതൽ ഇന്നു വരേക്കും എനിക്കൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്ന്. വിനീത, ആപ്കാ വിദ്യാർത്ഥി ജീവൻ കൈസാ രഹാ. താങ്കളുടെ ബാല്യകാല ജീവിതത്തെക്കുറിച്ചൊന്ന് പറയൂ. വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ചൊന്ന് പറയൂ. ആപ്നെ സ്കൂൾ കെ ദിനോം സെ ആപ്കി കിസ് പ്രകാർ കെ യാദേൻ ചുടി ഹേ. സ്കൂളുമായിട്ട് താങ്കൾക്ക് റിലേറ്റ് ചെയ്ത എന്തൊക്കെ ഓർമ്മകളാണ്? മേ പഠനെ മേ ഏകദം ഫിസഡ് തീ താ. ഞാൻ പഠിക്കാൻ വളരെ പുറകോട്ടായിരുന്നു. കിസി തരഹ 10വീं തക് പഹുഞ്ച. എങ്ങനെയൊക്കെ ഒന്തി തള്ളി 10ാം ക്ലാസ് വരെ എത്തി. മഗർ ഉസ്കെ ആകെ തോ മാമല ബഹത്തു കടിന്ത. അവിടെ നിന്ന് മുമ്പോട്ട് പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയൊരു കാര്യമായിരുന്നു. താനും ഏക് ബാത്ത് കഹൂം, ഞാനൊരു കാര്യം പറയട്ടെ. അഗർ മേ ഹോക്കി ഖിലാടി നാ ഹോത്തെ തോ ഷായത് ഏക് ചപ്പരാസി കി നൗകരി ഭി മുझे ना मिलती. ഞാൻ ഹോക്കി പ്ലെയർ ആയിരുന്നില്ല എങ്കിൽ എനിക്കൊരു ചപ്പരാസി, ഒരു സ്വീപ്പറായിട്ട് അല്ലെങ്കിൽ ഒരു പ്യൂണായിട്ട് പോലും എനിക്ക് ജോലി ലഭിക്കില്ലായിരുന്നു. ആജ് മേ ബാച്ചിലർ ഓഫ് സയൻസ് യാ ആർട്സ് ഫലേ ഹി നാ ഹോവും പർ ഗർവ സെ കഹ സക്താ ഹൂം മേ ബാച്ചിലർ ഓഫ് ഹോക്കി ഹും. ഞാനൊരു BSc സയൻസോ അല്ലെങ്കിൽ BA ഡിഗ്രി ഉള്ള ആളൊന്നുമല്ല. പക്ഷേ എനിക്ക് ധൈര്യത്തോടു കൂടി പറയാൻ സാധിക്കും മേ ബാച്ചിലർ ഓഫ് ഹോക്കി ഹും, ഞാൻ ബാച്ചിലർ ഓഫ് ഹോക്കിയാണെന്ന് പറയാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം പുഞ്ചിരിക്കുകയാണ്. അവർ മേരി ഷാദി കെ ലിയേ ആപ്പ് മുझे മാസ്റ്റർ ഓഫ് ഹോക്കി കർ സക്താ ഹേ. അപ്പം എൻ്റെ വിവാഹത്തിൻ്റെ സമയത്ത് താങ്കൾക്ക് പറയാൻ സാധിക്കും എന്താണ്, ഞാൻ മാസ്റ്റർ ഓഫ് ഹോക്കിയാണെന്ന് പറയാൻ സാധിക്കുമെന്ന്. വിനീത, ആപ്പ് ഇത്തനെ തുനക്ക് മിസാസ് ക്യോം ഹോ, കബി കബി ആപ്പ് ആക്രമക് ഭീ ഹോ ജാത്തെ ഹേ. താങ്കൾ എന്താണ് ഈ പെട്ടെന്ന് ദേഷ്യം വരുന്നത്? ചിലപ്പോൾ ആക്രമണ കാര്യം കൂടി ആകുന്നുണ്ടല്ലോ. ധൻരാജ്, ഇസ് ബാത് കാ സമ്മത് മേരെ ബച്പൻ സെ ജുടാ ഹുവാ ഹേ, ദാറ്റ്സ് റിലേറ്റഡ് വിത്ത് മൈ ചൈൽഡ്ഹുഡ് ഡേയ്സ്. मैं हमेशा से ही अपने आप को बहुत असुरक्षित महसूस करता रहा. ഞാൻ സ്വയം ഒരു സുരക്ഷിതനല്ലാത്തൊരു ഫീലായിരുന്നു എനിക്കെപ്പോഴും. मैम ने अपनी माम को देखा है कि उन्हें हमारे पालन पोषण में कितना संघर्ष करना पड़ा है. എനിക്ക് എൻ്റെ അമ്മ अपनी माम को देखा है कि എൻ്റെ അമ്മയെ ഞാൻ കാണുന്നത് ഞങ്ങളെ ഒന്ന് പാലം പോഷം കയറിയേ ഞങ്ങളെ സംരക്ഷിക്കുന്നതിന്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നതിന്, ഞങ്ങളെ പഠിപ്പിക്കുന്നതിന്, ഞങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഞങ്ങളുടെ അമ്മ. മേരി തുനുക് മിസാസി കെ പീച്ചെ കൈ വജഹേം ഭേ.
എൻ്റെ ഈ ദേഷ്യത്തിനൊക്കെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ലേക്കിൻ മേ ബിനാ ലാഖ് ലപ്പേഡ് വാല ആത്മീ ഹും മൻമേൻ ജോ ആത്താ ഹെ സീതേ സീതേ കർ ഡാൽത്താ ഹും. പക്ഷെ ഞാൻ മനസ്സിലൊന്നും വെച്ച് പെരുമാറില്ല. എൻ്റെ മനസ്സിൽ എന്ത് തോന്നുന്നു ഞാനത് തുറന്ന് പ്രകടിപ്പിക്കും, അല്ലെങ്കിൽ വെട്ടി തുറന്ന് പറയും. അതാണ് എൻ്റെ രീതി. അവർ ബാധകോ കൈ ബാർ പശ്ചാത്താപപ്പെടുത്താ ഹെ. പിന്നീട് എനിക്ക് പലതവണ അതിനെക്കുറിച്ച് പശ്ചാത്താപിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പറഞ്ഞത് മോശമായല്ലോ, അങ്ങനെ ചെയ്യരുതായിരുന്നല്ലോ എന്നൊക്കെ രീതിയിൽ എനിക്ക് പശ്ചാത്തപിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡാണ്, എന്ത് കാര്യം വെട്ടി തുറന്ന് പറയുന്ന ഒരു വ്യക്തിയുമാണ്. മുझसे अपना गुस्सा रोका नहीं जाता. എനിക്ക് എൻ്റെ ദേഷ്യം തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. दूसरे लोगों को भी मुझे उकसाने में मज़ा आता है. मुझे ज़िंदगी में हर छोटी बड़ी चीज़ के लिए छूंझना पड़ा जिससे मैं चिड़चिड़ा हो गया हूँ. ജീവിതത്തിൽ ഏത് ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ആയിരിക്കാം എൻ്റെ ഈ ദേഷ്യത്തിനും ഉള്ളൊരു കാരണമെന്ന്. മേം കിസി കോ തക്ലീഫ് മേ നഹി ദേഖ് സക്താ. ആരുടെയും കഷ്ടപ്പാട് കാണുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്, അത് സഹിക്കില്ല എനിക്ക്. മേ അപ്പനെ ദോസ്തവും അവർ അപ്പനെ പരിവാരവും കി ബഹുത്ത് കദർ കർത്താ ഹും. എനിക്ക് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി, അതൊക്കെ വളരെയേറെ വിലപ്പെട്ടതാണ്. അവരുടെ സന്തോഷമാണ് എൻ്റെ ഇമ്പോർട്ടൻസ്. മുझे अपनी गलतियों के लिए माफ़ी मांगने में कोई शर्म महसूस नहीं होती. ഞാനൊരു തെറ്റ് ചെയ്താൽ അതിന് ക്ഷമ ചോദിക്കുന്നതിന് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ വളരെ കൂളായിട്ട് അതിന് തെറ്റാണ് ചെയ്തതെങ്കിൽ എനിക്കത് ക്ഷമ ചോദിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല, ഞാനത് ചോദിക്കുക തന്നെ ചെയ്യും. വിനീത, आपके परिवार की आपके लिए क्या अहमियत है? തൻ്റെ ഫാമിലിയിൽ നിങ്ങൾ താങ്കൾക്ക് എന്താണ് പ്രേരണ ലഭിച്ചിരിക്കുന്നത്? ധൻരാജ്, സബ്സെ അധിക പ്രേരണ മുझे अपनी माँ से मिली. എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ ലഭിച്ചത് എൻ്റെ അമ്മയിൽ നിന്നുമാണ്. उन्होंने हम सब भाई बहनों से अच्छे संस्कार ढालने की कोशिश की. നല്ല ഒരു സംസ്കാരത്തിലൂടെ ഞങ്ങളെ സഹോദരി സഹോദരന്മാരെ വളർത്താൻ അമ്മ ശ്രമിച്ചു. ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന് നല്ല രീതിയിൽ വലുതാക്കാനാണ് അമ്മ ശ്രമിച്ചത്. मैं उनके सबसे नज़दीक हूँ. मैं चाहे भारत में रहूँ या विदेश में, रोज़ रात में सोने से पहले माम से ज़रूर बात करता हूँ. ഞാൻ ഇവിടെ ഇന്ത്യയിലായിക്കൊള്ളട്ടെ വിദേശ രാജ്യങ്ങളിലായിക്കൊള്ളട്ടെ പിന്നെ മാച്ചിനൊക്കെ പോകുന്ന ടൈമുകളിലൊക്കെ ആയിക്കൊള്ളട്ടെ, എന്നും രാത്രി അമ്മയെ ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കാതെ എനിക്ക് ഉറങ്ങാൻ സാധിക്കില്ല. मेरी माँ ने मुझे अपनी प्रसिद्धि को विनम्रता के साथ संभालने की सीख दी है. എൻ്റെ അമ്മ എൻ്റെ വിനയത്തോടുകൂടി എല്ലാവരോടും പെരുമാറണമെന്നാണ് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. मेरी सबसे बड़ी भाभी कविता भी मेरे लिए माम की तरह है और वह भी मेरे लिए प्रेरणा स्रोत रही है. എൻ്റെ ഏറ്റവും മുതിർന്ന ജ്യേഷ്ഠൻ്റെ ഭാര്യ ഭാബി കവിത എനിക്ക് എൻ്റെ അമ്മയെപ്പോലെ തന്നെ, എൻ്റെ സ്വന്തം അമ്മയെപ്പോലെ തന്നെയാണ്. എനിക്ക് ഏറ്റവും പ്രേരണ, അവരിൽ നിന്നും ഒരുപാട് പ്രേരണ ലഭിച്ചിട്ടുണ്ട്, ഒരുപാട് ഇൻസ്പിറേഷൻ ലഭിച്ചിട്ടുണ്ട്. വിനീത, आपने सबसे पहले कृत्रिम घास എസ്ട്രോട്രോഫ് പെർ ഹോക്കി കബ് ഖേലി. കൃത്രിമ പുല്ലിൽ ഹോക്കി കളിച്ചത് താങ്കൾ എപ്പോഴാണ്? ഏറ്റവും ആദ്യം കളിച്ചത് എപ്പോഴാണ്? ധൻരാജ്, मैंने सबसे पहले कृत्रिम घास तब देखी जब राष्ट्रीय खेलों नेशनल्स में भाग लेने 1988 में नई दिल्ली आया. ഞാൻ ആദ്യം കണ്ടത് 1988 1988 ഡൽഹിയിൽ നാഷണൽ കളിക്കാൻ വന്നപ്പോഴാണ്. मुझे याद है कि किस तरह सोमैया और जोकोविच कार्लोह मुझे एक कोने में ले जाकर कृत्रिम घास पर खेलने का गुर बता रहे थे. സോമയ്യായും ജോക്കോവിച്ചും എന്നെ ആ കൃത്രിമ പുല്ലിൽ കളിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിരുന്നു. അവർ ജബ് വേ ബദാനെ മേ ലഗേ ഹുയേ ദേ മേം ചുക് ചുക്കാർ ഉസ് മൈദാൻ മേ ചൂ രഹാ താ. അവർ കളിയുടെ രീതി, അതെങ്ങനെ കളിക്കണം, ഇതെല്ലാം പറഞ്ഞു തരുമ്പോൾ ഞാൻ അതിനെ കുനിഞ്ഞ് നിന്ന് ആ പുല്ലിൽ നിന്നിങ്ങനെ തൊട്ട് നോക്കുമായിരുന്നു. കൃത്രിമമായിട്ടുണ്ടാക്കിയ ആ പുല്ലിൽ ഞാൻ ടച്ച് ചെയ്ത് നോക്കുകയാണ് അവർ പറഞ്ഞു തരുമ്പോഴും. മുझे विश्वास ही नहीं हो रहा था कि विज्ञान इस कदर तरक्की कर सकता है जिससे कृत्रिम घास तक उखाई जा सके. എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പോലും സാധിച്ചില്ല, സയൻസ് ഇത്രയ്ക്കും വളർന്നു പോയോ, എങ്ങനെയാണ് ഇങ്ങനെ പുല്ല് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നത് എന്ന്. അതുകൊണ്ട് ഞാനത് വീണ്ടും അതിൽ അത്ഭുതത്തോടു കൂടി തൊട്ട് നോക്കുമായിരുന്നു. വിനീത, हर युवक का एक सपना होता है कि उसका पास एक कार हो. आपका पास अपनी पहली कार कब आई? ഓരോ യുവാക്കളുടെയും ഒരു സ്വപ്നം എന്ന് വെച്ചാൽ അവർക്കൊരു കാർ വേണമെന്നാണ്. അപ്പം താങ്കളുടെ ആദ്യത്തെ കാർ താങ്കളത് എപ്പോഴാണ് വാങ്ങിച്ചത്? ധൻരാജ്,
मेरी पहली कार एक सेकेंड ഹാൻഡ് അർമദ थी. എൻ്റെ ഫസ്റ്റ് കാർ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഹാൻഡ് അർമദയാണ്. जो मुझे मेरे पहले के एम्प्लॉयर ने दी थी. तब तक मैं काफ़ी नामी खिलाड़ी बना चुका था, मगर यह कोई ज़रूरी नहीं थी. शहर पैसा साथ लेकर आई. ഞാൻ ആ കാറ് വാങ്ങുമ്പോൾ ഞാൻ അത്യാവശ്യം ഒരു നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്ന സമയത്താണ്, ഒരു സെക്കൻഡ് ഹാൻഡാണ് ഞാൻ മേടിച്ചത്. മേം തബ് ബി മുംബൈക്ക് ലോക്കൽ ട്രെയിനോ ഓർ ബസ്സോ മേ സഫർ കർത്താ. പക്ഷേ അന്ന് പോലും എനിക്കിപ്പോഴും അന്നും ഇന്നും എനിക്ക് മുംബൈയിലെ ലോക്കൽ ട്രെയിനിലും ബസ്സിലും കയറി യാത്ര ചെയ്യാനാണ് ഇഷ്ടം. ക്യോങ്കി ടാക്സി മേ ചട്നേക്ക് ഹസിയത്ത് മുझसे नहीं थी. ഒരു ടാക്സിയിൽ പോകാനുള്ള താല്പര്യമൊന്നും എനിക്കില്ല. മുझे याद है, എനിക്ക് ഓർമ്മയുണ്ട്, एक बार किसी फोटोग्राफर ने एक फील्ड से भरे रेलवे स्टेशन पर मेरी तस्वीर खींचकर अगली सुबह अखबार में यह खबर छाप दी कि ഹോക്കി കാ സിത്താര പിള്ളൈ അബി ബി മുംബൈക്ക് ലോക്കൽ ട്രെയിനോ മേ സഫർ കർത്താ ഹെ. ഞാനൊരു കാര്യം ഓർക്കുന്നു. ഒരു തവണ മുംബൈയിലെ ലോക്കൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചൊരു ഫോട്ടോഗ്രാഫർ മേരി തസ്വീർ ഖീഞ്ചിക്കർ, എൻ്റെ ഒരു ഫോട്ടോ, ഞാൻ ആ തിരക്കിനിടയിൽ നിൽക്കുന്ന എൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അഗലി സുബഹ് അഖ്ബാർ മേ, നെക്സ്റ്റ് ഡേയിലുള്ള ന്യൂസ് പേപ്പറിൽ ആ ഫോട്ടോ വിട്ടു. എന്നിട്ട് അതിനൊരു അടിക്കുറിപ്പും കൊടുക്കുകയാണ്. ഹോക്കി കാ സിത്താര പിള്ളൈ, ഹോക്കിയിലെ നക്ഷത്രം പിള്ളെ അബീബി മുംബൈക്ക് ലോക്കൽ ട്രെയിനോ മേ സഫർ കർത്താ ഹെ. ഇപ്പോഴും ഇതാ മുംബൈയിലെ ലോക്കൽ ട്രെയിനിലൂടെ യാത്ര ചെയ്യുന്നു എന്ന്. ഉസ് ദിൻ मैम ने महसूस किया कि मैं एक मशहूर चेहरा बना चुका हूँ और मुझे लोकल ट्रेनों में സഫർ കർണേസെ ബജ്ന ചാഹിയെ. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ മുഖം, ഞാൻ ഫേമസ് ആയിരിക്കുന്നു എന്ന്, എൻ്റെ മുഖം എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിക്കുന്നുവെന്ന്. ഈ ലോക്കൽ ട്രെയിനിലുള്ള യാത്ര കുറച്ച് ബുദ്ധിമുട്ടാകുമെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. ലേക്കിൻ മേം കർഹി ക്യാ സക്താ താ, മേം ജോ ഭി തോടാ ബഹുത്ത് കമാതാ ഉസിസെ അപ്പനാ പരിവാർ ചലാനാ പഡ്താ താ. എനിക്ക് എൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ എന്താണ് സമ്പാദിക്കുന്നത് അത് എൻ്റെ കുടുംബത്തിൽ ചെലവഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ധീരെ ധീരെ പൈസ ജമാ കർക്കെ बहन की शादी की और अपनी माम के लिए हर महीने में पूणे पैसे भेजना शुरू किया. ഞാൻ എനിക്ക് വരുമാനം കിട്ടിയ നാൾ തൊട്ട് തന്നെ എൻ്റെ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടി പൈസ സേവ് ചെയ്യാനും അതുപോലെ മുംബൈയിൽ പൂണെയിൽ അമ്മയുടെ ചിലവുകൾക്ക് വേണ്ടി അയച്ചു കൊടുക്കാനും ശ്രദ്ധിക്കുമായിരുന്നു. ആജ് മേരെ പാസ് എക്ക് ഫോർഡ് ഐക്കൺ ഹേ, എന്നെനിക്കൊരു ഫോർഡ് ഐക്കൺ ഉണ്ട്. ജിസെ മേനെ സൺ 2000 में ഖരീദ, ഞാൻ 2000-ലാണത് വാങ്ങിയത്. മഗർ വഹ് കിസി കോർപ്പറേറ്റ് ഹൗസ് കാ ദിയാ ഹുവ തോഫ നഹി, ഒരു കോർപ്പറേറ്റ് മാനേജ്മെൻറ്റും തന്ന സമ്മാനമൊന്നുമല്ലാതെ ഞാൻ സ്വയം കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ് എന്ന്. ബൽക്കി മേരി മെഹനത്ത് കി ഖാഡി കമായി സെ ഖരീദി ഹുയി കാർ ഹെ, എൻ്റെ പരിശ്രമം കൊണ്ട്, എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ സ്വയം വാങ്ങിയ ഒരു വാഹനമാണ് ഫോർഡ് ഐക്കൺ. വിനീത സഫലത കാ ആപ്കെ ലിയേ ക്യാ മഹത്വേ, ഹോക്കി കോ ആപ്പിനെ ഇത്തന കുച്ച് ദിയ ഇസ്കെ ബദലെ ആപ് ക്യാ മില. ഇത് ഈ ഹോക്കി കളിച്ചു നിന്നുള്ള താങ്കളുടെ സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന്, താങ്കൾ ഹോക്കിക്ക് വേണ്ടി ഇത്രയും എല്ലാം നൽകി, അപ്പോൾ താങ്കൾക്ക് ഇതിൽ നിന്ന് എന്താണ് തിരിച്ചു ലഭിച്ചത്? ധൻരാജ് കുച്ച് റുപ്പേ ഇനാമേ മിലേതേ, കുറച്ച് പൈസയൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. മഗർ ആജ് ഖിലാഡിയോങ്കോ ജിത്തന മിൽത്താ ഹേ, ഇന്ന് ആ കളിക്കാർക്ക് എത്രമാത്രമാണ് ക്യാഷ് ലഭിക്കുന്നത്? उसके मुकाबले में पहले कुछ नहीं मिलता. मेरी पहली जिम्मेदारी थी परिवार में आर्थिक तंग को दूर करना और उन सबको एक बेहतर ज़िंदगी देना. ക്യാഷ് എനിക്ക് ലഭിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയെ എനിക്ക് മെച്ചപ്പെട്ടതാക്കുക, എൻ്റെ ഫാമിലിയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുക. അതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. വിദേശ് में जाकर खेलने से कमाई हुई, उससे मैंने 1994 में पुणे के भाऊ पटेल रोड पर 2 बेडरूम का एक छोटा सा फ्लैट खरीदा. വിദേശത്ത് പോയി കളിച്ചപ്പോൾ എനിക്ക് നല്ല വരുമാനം ലഭിച്ചു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 1994 പൂനെയിൽ ഒരു 2 ബെഡ്റൂമിൻ്റെ ഒരു ഫ്ലാറ്റ് വാങ്ങി. ഘർ ഛോട്ടാ ജരൂർ ഹേ പർ ഹം സബ്കെ ലിയേ കാഫി ഹേ, ചെറുതായിരുന്നു വീട്, പക്ഷേ ഞങ്ങൾക്കെല്ലാവർക്കും അത് ധാരാളം തന്നെയാണ്. 1999 में महाराष्ट्र सरकार ने मुझे पवाई में एक फ्लैट दिया. 1999 മഹാരാഷ്ട്ര ഗവൺമെൻറ് എനിക്ക് പവായിൽ ഒരു ഫ്ലാറ്റ് നൽകി. വഹ് ഐസാ ഘർ ഹേ ജിസെ ഖരീദനെ കി മേരി ഖുദ് കി ഹൈസിയത്ത് കബി നഹി ഹോ പാതി, അത് അങ്ങനെയുള്ളൊരു വീടാണ്, അതൊന്നും വാങ്ങാനുള്ള പൈസ എനിക്ക്, അതിനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും എനിക്കില്ലായിരുന്നു. അത്രയും നല്ലൊരു മികച്ച ഒരു വീടാണ് എനിക്ക് മഹാരാഷ്ട്ര ഗവൺമെൻറ് നൽകിയത്. വിനീത
സെലിബ്രിറ്റീസ് കെ സാത്ത് ഏക് ഹി മഞ്ച് പർ ബൈഠന കൈസെ ലഗ്താ ഹൈ. സെലിബ്രിറ്റീസുമായിട്ട് ഒരു സ്റ്റേജ് ഷെയർ ചെയ്യുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന്. ബഹുത് അച്ഛ, വളരെ നല്ലത്. ജബ് ഹം രാഷ്ട്രപതി സെ മിലെ തബ് ഏഹ് മഹസൂസ് ഹുവാ കി ഹം കിത്തനെ ഘാസെ ഹോക്കി ഹി ഹെ ഇസ്കെ ചലത്തെ ഹർ ജഗ പ്രതിഷ്ഠ മിലി. ഈ രാഷ്ട്രപതിയെ കണ്ടുമുട്ടിയപ്പോഴും എന്താണ് എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി. കാരണം എന്ന് വെച്ചാൽ ഈ ഹോക്കി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇത്രയും പ്രശസ്തമായ വ്യക്തികളുടെ കൂടെ ഒരു സ്റ്റേജ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നത്. ഇല്ലേ അവരിൽ നിന്നും ഒരു പ്രസൻറ്റ്, ഒരു അവാർഡ് വാങ്ങുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഹോക്കിയാണ് എന്നെ എല്ലാം ആക്കി തീർത്തത് എന്ന്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ അവിടെ തീരെയാണ്. നമുക്കിനി നോട്ടിലോട്ട് പോകാം. ഓക്കെ, शब्दार्थ, वर्ड मीनिंग. शौक, चाह, हैसियत, हिम्मत, दैट मीन्स धैर्य, धीरज, धैर्य, मायूसी, उदासी, उदासी, गर्व, अभिमान, तकलीफ, मुश्किल, डिफ़िकल्ट, मशहूर, प्रसिद्ध, मशहूर, प्रसिद्ध, खास, विशेष. Word meaning over. शब्दार्थ completed. Okay. Then the next one, opposite form. विपरीत अर्थ. विपरीत अर्थ. गरीब, अमीर. गरीब, अमीर. पतला, मोटा. गरीब, अमीर, पतला, मोटा. कठिन, सरल. दोस्त, दुश्मन. सीधा, उल्टा. Okay, then next one word questions are there. धनराज के स्वभाव का नकारात्मक पक्ष क्या था? നെഗറ്റീവ് ആയിട്ടുള്ളൊരു രീതി എന്തായിരുന്നു? തുനുക് മിസാസി, ദാറ്റ് മീൻസ് പെട്ടെന്ന് ദേഷ്യം വരിക എന്ന്. ധൻരാജ് കെ സ്വഭാവയ്ക്ക് സകാരാത്മക വിശേഷത क्या थी? പോസിറ്റീവായിട്ടുള്ള ഒരു സ്വഭാവ രീതി അതെന്തായിരുന്നു? ദയാലുത, ദയവായിരുന്നു, എല്ലാവരോടും നല്ല ദയവായ ഒരു ദയവുള്ളൊരു വ്യക്തിയായിരുന്നു. കൃത്രിമ ഗ്രാസയ്ക്ക് ആ താല്പര്യമേ, ഈ കൃത്രിമമായിട്ടുള്ള പുല്ല് എന്ന് വെച്ചാൽ എന്താണെന്ന്. നക്കലി ഗ്രാസ്, അതായത് സ്റ്റേഡിയത്തിന് ഉണ്ടാക്കിയെടുക്കുന്ന കൃത്രിമമായിട്ടുള്ള പുല്ല് പിടിപ്പിച്ചെടുക്കുക. ദെൻ ആൻസർ ദ ഫോളോയിങ്സ് ആർ ദെയർ. അതർ ഓൾ തിങ്സ് ഐ വിൽ ഗീവ് ത്രൂ ഔട്ട് അവർ വാട്സപ്പ് ക്ലാസ്. Then
भाषा की बात एक्टिविटी 1, അത് लिसन दैट वन। नीचे कुछ शब्द लिखे हैं जिनमें अलग अलग प्रत्ययों का कारण बारीक अंतर है। इस अंतर को समझाने के लिए इन शब्दों का वाक्य में प्रयोग कीजिए। അതായത് പ്രേരണ, പ്രേരക, പ്രേരിത. ഇത് പ്രേരണ, പ്രേരക, പ്രേരിത്. അത് എന്താ? പ്രേരണ നൽകുക, പ്രേരക നമുക്ക് ഇൻസ്പയർ ആകുക, പ്രേരിത് അല്ലെങ്കിൽ പ്രേരിപ്പിക്കുക. ഇത് മൂന്നും അതെന്താണ്? അവിടെ പിന്നെ സെൻറ്റൻസ് മേക്കിംഗ് ആണ്. ആ മൂന്നെണ്ണം അത്. ദെൻ സംഭവ്, സംഭവിത്, സംഭവതഃ. ഉത്സാഹ, ഉത്സാഹിത്, ഉത്സാഹ വർദ്ധക്. हमें प्रेरणा, हमें गांधी जी के विचारों से പ്രേരണ लेनी चाहिए. നമ്മൾക്ക് ഗാന്ധിജിയുടെ ചിന്തകളിൽ നിന്നും ഒരു പ്രേരണ ഉണ്ടാവണം. ഗാന്ധിജി के विचारों से प्रेरणा लेनी चाहिए. प्रेरक, ഗാന്ധിജി അഹിംസ और सत्य के प्रेरक बने. ഗാന്ധിജി അഹിംസയുടെയും സത്യത്തിൻ്റെയും പ്രേരകനായിരുന്നു. അഹിംസയും സത്യത്തിൻ്റെയും ഫോളോ ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയായിരുന്നു എന്ന്. പ്രേരിത്, ഗാന്ധിജിക്ക് വിചാരവും പ്രേരിത് ഹോക്കർ ലോകോനെ സ്വദേശി അപ്പനായ. ഗാന്ധിജിയുടെ ചിന്തകളിൽ താല്പര്യരായിട്ട് പ്രേരിതരായിട്ട് ആൾക്കാർ സ്വദേശി സ്വീകരിക്കുവാൻ തുടങ്ങിയെന്ന്. അതായത് വിദേശ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞ് ഗാന്ധി സമരം നടത്തിയില്ലേ. അപ്പോൾ ഗാന്ധിജിയുടെ ചിന്തകളിൽ താല്പര്യമായിട്ട് ആളുകൾ, ജനങ്ങൾ സ്വദേശി അപ്പനായ, അതായത് സ്വദേശമായ സാധനങ്ങളെ ഉപയോഗിക്കുവാൻ തുടങ്ങി. ദെൻ സംഭവ്, സഫലത പ്രാപ്ത് കർണേ ഹോതു ഹർ സംഭവ പ്രയത്ന കർണ ചാഹിയെ. നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി, സാഫല്യത്തിന് വേണ്ടി വേണം ഓരോ കാര്യങ്ങളിലും വേണ്ടി പ്രയത്നിക്കാൻ. സംഭവിത്, സംഭവിത് രൂപസേ കഹാ ജാത്ത ഹേ കി ആജ് രാത് കോ വർഷ ഹോഗി. നമുക്ക് പറയാൻ സാധിക്കും മേ ബി എന്ന് വെച്ചാൽ ഇന്ന് രാത്രി മഴ പെയ്യുമായിരിക്കും. സംഭവത, അസംഭവത പിതാജി മദ്രാസെ ചലാ ചുക ഹോക. ചിലപ്പോൾ പിതാജി മദ്രയിൽ നിന്ന് പോന്നിട്ടുണ്ടാവും. ദെൻ ഉത്സാഹ്, മേനെ ഉത്സാഹ് സേ വാർഷികോത്സവ മേ ഭാഗ് ലിയ. ഞാൻ വളരെ ഉത്സാഹത്തോടുകൂടി വാർഷിക ഉത്സവത്തിൽ പങ്കെടുത്തു, അതായത് ആനുവൽ ഡേയിൽ പങ്കെടുത്തു. ഉത്സാഹിത്, प्रधानाचार्य ने अपने विचारों से विद्यार्थियों को उत्साहित किया कि वे भाषण प्रतियोगिता में भाग लें. പ്രധാന അധ്യാപകൻ തൻ്റെ ചിന്തകളിലൂടെ വിദ്യാർത്ഥികൾക്ക് ഉത്സാഹം വർദ്ധിപ്പിച്ചു, അതായത് അവരെ ഇൻസ്പയർ ചെയ്തു, അവരെ ഇങ്ങനെ പ്രേരിപ്പിച്ചു. എന്താണ്? ഭാഷൺ പ്രതിയോഗിതാമേ ഭാഗിലെ, പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവരെ ഇൻസ്പയർ ചെയ്തു എന്ന് പ്രധാന അധ്യാപകൻ. ഉത്സാഹവർദ്ധക്, പ്രധാനമന്ത്രിക്ക് സന്ദേശം ഖിലാഡിയും കേലിയ ഉത്സാഹവർദ്ധകത. പ്രധാനമന്ത്രിയുടെ സന്ദേശം കളിക്കാർക്ക് വളരെയധികം ഉത്സാഹം തരുന്നതായിരുന്നു. ദെൻ ഇതിൽ പര്യായ ശബ്ദം തന്നിട്ടുണ്ട്. ഭൂ, ഭൂമി, ധര, ആഗ്, അഗ്നി, ജ്വാല, ദേവ്, ദേവത, സുർ, മാതൃ, മാതാമ. Other all activity I will give throughout our WhatsApp class. Okay, read the chapter very carefully. This is last chapter of this semester and study well. Thank you. Have a nice day.